ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. ഇറ്റലിയിൽ G7 ഔട്ട്റീച്ച് ഉച്ചകോടിക്ക് തുടക്കമായി. ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രിയെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി വേദിയിൽ സ്വീകരിച്ചു. ലോക നേതാക്കളുമായും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ശ്രീ നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്ക് കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ആണവ മേഖല, ബഹിരാകാശം, വിദ്യാഭ്യാസം, കാലാവസ്ഥ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. UK പ്രധാനമന്ത്രി ഋഷി സുനകുമായും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുമായും പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. കുവൈത്തിൽ ജീവൻ നഷ്ടമായ മലയാളികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു കേരളം. കൊച്ചി വിമാനത്താവളത്തിലെത്തിച്ച ഭൌതികദേഹങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രിമാരായ കീർത്തിവർദ്ധൻ സിംഗ്, സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. 23 മലയാളികളെ കൂടാതെ 7 തമിഴ്നാട് സ്വദേശികളുടെയും കർണാടകയിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെയും ഭൌതിക ശരീരങ്ങളാണ് ഇന്ന് രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങിയത്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച 45 പേരുടെ ഭൌതിക ശരീരങ്ങളാണ് പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ ഇന്ന് രാജ്യത്ത് മടക്കിയെത്തിച്ചത്. നീറ്റ് UG പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് കേന്ദ്ര സർക്കാരിനോടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും പ്രതികരണം തേടി. വിഷയത്തിൽ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെ ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന അവധിക്കാല ബെഞ്ച് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനോടും ബീഹാർ സർക്കാരിനോടും 2 ആഴ്ചയ്ക്കകം പ്രതികരണം അറിയിക്കാൻ ആവശ്യപ്പെട്ടു. പുതിയ സർക്കാരിന്റെ ആദ്യ 100 ദിവസത്തിനുള്ളിൽ നിശ്ചിത ആരോഗ്യ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ യോഗം ചേർന്നു. ആരോഗ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത കേന്ദ്രമന്ത്രി ആരോഗ്യ സൌകര്യങ്ങളുടെയും ആരോഗ്യ സംവിധാനങ്ങളുടെയും ഗുണനിലവാരത്തിന് ഊന്നൽ നൽകണമെന്ന് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. നവകേരള നിർമ്മിതിയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞ പ്രവാസികളുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. പ്രവാസി ക്ഷേമം സംബന്ധിച്ച ചർച്ചകൾക്കുള്ള വേദിയാണ് ലോക കേരള സഭയെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏകീകൃതമാക്കുന്നതിന്റെ ഭാഗമായി ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRB സങ്കലൻ ഓഫ് ക്രിമിനൽ ലോസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ആപ്ലിക്കേഷൻ ലഭ്യമാകും. പുതിയ ക്രിമിനൽ നിയമങ്ങളായ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ അടുത്ത മാസം 1 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഡൽഹിയിൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിൽ നിന്ന് സ്പെഷ്യൽ സെൽ 20 കോടി രൂപയുടെ അനധികൃത മയക്കുമരുന്ന് പിടികൂടി. സംഘത്തിലെ 2 പ്രധാന അംഗങ്ങളെ അറസ്റ്റ് ചെയ്തതായും പിടിയിലായത് നൈജീരിയ, ഐവറി കോസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്നും സ്പെഷ്യൽ സെൽ പ്രസ്താവനയിൽ പറഞ്ഞു. മയക്കുമരുന്ന് സംഘത്തിലെ ശേഷിക്കുന്നവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം തുടരുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ ജൂൺ 19 പരിഗണിക്കാൻ ഡൽഹി കോടതി തീരുമാനം. വിഷയത്തിൽ മറുപടി നൽകാൻ ED സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അഡീഷണൽ സെഷൻസ് ജഡ്ജി മുകേഷ് കുമാർ കേസ് പരിഗണിക്കുന്നത് ഈ മാസം 19 മാറ്റിയത്. യൂറോ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഇന്ന് അർദ്ധരാത്രി 12:30 തുടക്കമാകും. 1 മാസം നീണ്ടു നിൽക്കുന്ന ആവേശ പോരാട്ടങ്ങൾക്കാണ് ജർമ്മനി വേദിയാവുക. ആതിഥേയരായ ജർമ്മനിയും സ്കോട്ട്ലൻഡും ഏറ്റുമുട്ടുന്നതോടെയാണ് പോരാട്ടങ്ങൾക്ക് തുടക്കമാകുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസസ് 182 പോയിന്റ് ഉയർന്ന് 76,993-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 67 പോയിന്റ് നേട്ടത്തിൽ 23,466-ലും വ്യാപാരം അവസാനിപ്പിച്ചു. മുംബൈ രാജ്യാന്തര ചലച്ചിത്രമേള നാളെ മുതൽ 21 വരെ ചെന്നൈയിൽ നടക്കും. ആദ്യമായാണ് ചെന്നൈ, കൽക്കട്ട, ഡൽഹി, പൂനെ എന്നിവിടങ്ങളിൽ മേള സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും സിനിമാ പ്രേമികളുടെയും സിനിമകൾക്ക് കൂടുതൽ ഇടം നൽകി തുടക്കക്കാർക്ക് വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നതെന്ന് ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ മേഖലാ മേധാവി രോഹിണി ഗൗതമൻ ആകാശവാണിയോട് പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ത്രികോണാസനവുമായി ബന്ധപ്പെട്ട വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്രികോണാസനത്തിന്റെ ആരോഗ്യപരമായ ഗുണങ്ങളും അത് ചെയ്യേണ്ട രീതിയും വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.